പുതുവർഷം നടക്കുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. എന്നാൽ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നമ്മളൊക്കെ കരുതി വെച്ചിട്ടുള്ളത് ഡിസംബർ, അതായത് ഡിസംബർ മാസം അവസാനിച്ച് ജനുവരി തുടങ്ങുമ്പോൾ നമ്മളൊക്കെ പുതുവർഷമായിട്ട് ഗണിക്കാറുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഭിത്തിയിൽ 2024 കലണ്ടർ അത് എടുത്തു മാറ്റിയിട്ട് 2025 കലണ്ടർ മുങ്ങാൻ പോവുകയാണ്, പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന ഒരു വർഷം നമുക്ക് ബറക്കത്തുള്ള, ഖൈറുള്ള, സന്തോഷമുള്ള, അവന്റെ ഹിമായത്തുള്ള ഒരു വർഷമാക്കി നമ്മളിൽ നിന്നും അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വർഷം നമ്മളിൽ നിന്നും കൊഴിഞ്ഞു അടുത്തൊരു വർഷത്തിലേക്ക് നമ്മളൊക്കെ കാലെടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്. ഇനി കടന്നുപോയ ഒരു വർഷമുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചു കിട്ടുകയില്ലല്ലോ, നമുക്കത് തിരിച്ചു കിട്ടുകയില്ലല്ലോ. സമയം ബലപ്പെട്ടതാ. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ വിചാരണ ചെയ്യണം. നീ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു? 2024 അവസാനിച്ചു, അത് 2025 കിടക്കുകയാണ്. നീ എന്ത് ചെയ്തു റബ്ബിന് വേണ്ടി? എന്റെ കബർ ജീവിതത്തിന് വേണ്ടി അല്ലാഹുവേ ഞാനെന്ത് ചെയ്തിട്ടുണ്ട്? 2023 വർഷക്കാലം, 24 വർഷക്കാലം, 22 വർഷക്കാലം അങ്ങനെ തുടങ്ങിയിട്ട് എന്റെ ആയുസ്സിൽ ഒഴിഞ്ഞു പോയ ഓരോ വർഷത്തെ കുറിച്ചും എന്റെ റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും. ആ ഒരു വർഷത്തിൽ ചെയ്ത അമലുകളെ കുറിച്ച് ചോദിക്കും, തിന്ന ഭക്ഷണം